നാരായണഗുരു താങ്കളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് ഒരു നോവല് അല്ല, ഇത് ശ്രീരാമൻ എഴുത്തച്ഛൻ്റെ കയ്യിൽ ഒരു ചരിത്രപുരുഷനായിരുന്നില്ല, ഒരു കാവ്യപുരുഷൻ തന്നെയാണ്. ഏത് നല്ല എഴുത്തിൻ്റെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെ അങ്ങനെ തന്നെ കാണാൻ കഴിയണം. അതാണ് സഹൃദയത്വത്തിൻ്റെ ഒരു മേന്മ, സിദ്ധി അതാണ്. അതല്ല ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്കോ ഇത് ചരിത്ര നോവലാണെന്ന് തീരുമാനിക്കുന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെ പറയുന്നത് നാരായണഗുരുവിൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്കറിയാം, ഗുരുദേവനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ദൈവമായിട്ടല്ല, തീർച്ചയായിട്ടും അല്ല. അല്ല, അങ്ങനെ ഒരു വിശ്വാസം അത് പച്ച മനുഷ്യൻ എന്ന് പറയുന്ന മഹാപുരുഷൻ. എനിക്ക് അത്ര ദൈവങ്ങൾ, എനിക്കധികം ദൈവങ്ങൾ വേണ്ട. ഇപ്പോൾ ഹിന്ദു നിയമം അനുസരിച്ചാണ് 900 ദൈവങ്ങൾ വെച്ചുണ്ടെന്ന് 30 കോടി ദൈവങ്ങളുണ്ടെന്നാണ്. എനിക്കൊരു ദൈവത്തെ പോലും വേണ്ട. എനിക്ക് വേണ്ടത്, ഇപ്പോൾ ഞാനത് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ബുദ്ധൻ, ക്രിസ്തു, നബി, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു. എനിക്ക് 5 പേര് മതി ജീവിക്കാൻ, വേറെ ഒരാശ്രയവും വേണ്ട. അപ്പോൾ അത്രയും ആദരവാണ് എനിക്കൊരു ലോക ഗുരു, യുഗപുരുഷൻ എന്നുള്ള നിലയ്ക്ക്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൻ്റെ അതുവരെയുള്ള ചരിത്രത്തെ മാറ്റിക്കുറിച്ചു. അതുകൊണ്ടാണ് ചരിത്ര യുഗസംക്രമ പുരുഷൻ എന്നൊക്കെ നമ്മൾ ഗുരുദേവനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനാണ് ഗുരുദേവൻ്റെ മാനദണ്ഡം. മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പറഞ്ഞത്. അതിനേക്കാൾ വലിയൊരു സിദ്ധാന്തം ഇന്ന് ലോകത്തിന് ആവശ്യമില്ല, മനുഷ്യ സമൂഹത്തിന് ആവശ്യമില്ല. ഇപ്പോഴത്തെ താങ്കളുടെ കർമ്മഭൂമി എന്ന് പറയുന്ന സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, സാഹിത്യ അക്കാദമി ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പെരുമ്പളം ചേട്ടനത് അഭിമാനിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയായിട്ട് വരുന്നു. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇത് എഴുത്തിനെ വല്ലാതെ മുറുക്കുന്നുണ്ടോ? ഈ യാത്രകൾ താങ്കളുടെ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം കേരള സാഹിത്യ അക്കാദമിയുടെ ചുമതലയേറ്റ അന്ന് മുതൽ അത് അങ്ങേ അറ്റം വിജയിപ്പിക്കുന്നതിന്, കർമ്മനിരതമാക്കി തീർക്കുന്നതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എഴുത്തുകാരുടെ മാത്രം ഒരു സ്ഥാപനമല്ലാതെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും പൊതുവിൽ സമൂഹത്തിൻ്റെയും ഒരു സ്ഥാപനമായിട്ട് അതിനെ മാറ്റിയെടുക്കുക. പെരുമ്പടവത്ത് ഗ്രാമത്തിൽ ഒന്നുമില്ലാതെ അനാഥനായ ഒരു കുട്ടി തിരുവനന്തപുരം നഗരത്തിലേക്ക് വരികയും വീണ്ടും ഒരു തിരിച്ചുപോക്ക് പെരുമ്പടത്തേക്ക് നടത്തിയെന്നത് ഇപ്പം അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, താങ്കൾ പെരുമ്പടത്ത് വീട് വെച്ചു, അതാണ് താങ്കൾ ഒരു ധന്യത എന്ന് ചേട്ടൻ പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സതീഷ് ബാബു പറഞ്ഞത് ശരിയാണ്. ഏറ്റവും എന്നെപ്പോലെ അനാഥനായൊരു കുട്ടി ഉണ്ടായിരുന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ഒരു വീടില്ലായിരുന്നു, സ്വന്തമായൊരു വീടില്ലായിരുന്നു. എത്ര കാലം ഈ വാടക വീടുകൾ മാറി മാറി നടന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വാടക വീടുകൾ മാറി മാറി നടന്ന കാലത്താണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിചാരിക്കാവുന്ന പുസ്തകങ്ങൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും വലിയ നഷ്ടം ഞാൻ കണക്കാക്കുന്ന അതാണ്. ഈ നാട് നമ്മളെ വിളിക്കും, വീട് നമ്മളെ വിളിക്കും. എത്ര അകലെ പറന്നു പോയ പക്ഷിയെയും അതിൻ്റെ കാടും ആ കാട്ടിനകത്തെ മരക്കൊമ്പത്തെ കൂടും തിരിച്ചു വിളിക്കും നമ്മളെ. അങ്ങനെയുള്ള വിളി കേട്ടിട്ടാണ് നമ്മുടെ ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയണത്. ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഇപ്പോൾ എനിക്കെന്താ ഉള്ളത്? നാട്ടുകാരുണ്ട്, ബന്ധുക്കൾ പോലും എനിക്കില്ല, അവിടെ നാട്ടുകാരുണ്ട്. പക്ഷേ അതൊരു വലിയ ഒരു ഊർജം തരും നമുക്ക്. നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടുത്തെ ഭൂമി, ആകാശം, മരങ്ങൾ, മനുഷ്യർ ഒക്കെ ഒരു വലിയൊരു അനുഭവമായി തീരും. ഒരുപക്ഷെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ പുസ്തകങ്ങളെ സ്നേഹിച്ച ഒരാൾ, ഒരുപക്ഷെ അതിനേക്കാളേറെ താങ്കളുടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് തിരിച്ച് അന്നം തരുന്നുണ്ട്. ആ പുസ്തകങ്ങൾ ആണ് താങ്കൾക്ക് ജീവിതം തന്നത്, താങ്കൾ അഭയം തന്നതെന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിന് വേറെ യാതൊരു ഉപജീവനത്തിന് വേറെ മാർഗമൊന്നുമില്ല. പഠിപ്പിക്കാനും എൻ്റെ കുടുംബം നിലനിൽക്കുന്നത് എൻ്റെ പുസ്തകങ്ങൾ കൊണ്ടാണ്. പുതിയ പിറവിയെക്കുറിച്ച് പറയാമോ? പുതിയ എന്താണ് ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന? ഒത്തിരി സമയം ഞാൻ സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് എഴുത്തും വായനയും ഒക്കെ മുടങ്ങിപ്പോകുന്നുണ്ട്. അതിനുള്ള സങ്കടവും എനിക്കുണ്ട്. ഈ ഹൃദയത്തിനകത്തൊരു മുറിവ് എപ്പോഴും ഇങ്ങനെ രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. എഴുതുന്നില്ല, എഴുതി വെച്ചത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതിൽ നിന്നൊക്കെ തീർച്ചയായും എനിക്ക് എൻ്റെ ഒരു നോവൽ ഏതാണ്ട് പകുതിയായി ഇരിക്കുന്നുണ്ട്. ആ പകുതി ആക്കി വച്ചിരിക്കുന്ന നോവൽ പൂർത്തിയാക്കണം. മറ്റൊരു നോവൽ എഴുതണം, അതെൻ്റെ മനസ്സിലുണ്ട്. എഴുതാനൊരു സ്വല്പം സാവകാശം കിട്ടിയിരുന്ന് എഴുതാൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്നു. അങ്ങനെ 2 നോവലുകൾ ഇപ്പോൾ ഒന്ന് എഴുതി പകുതിയാക്കിയ നിലയിലും ഒന്ന് എപ്പോൾ വേണമെങ്കിലും എഴുതി പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിൽ മനസ്സിലുമുണ്ട്. ഇതൊക്കെ അധികം വൈകാതെ എഴുതാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്.
തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് വായനക്കാർ ഈ പുതിയ പുതിയ സാധനങ്ങൾ പുതിയ കൃതികൾ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും അല്ല വായനക്കാരുണ്ട് നമുക്കൊക്കെ ഈ വായന മരിച്ചു എന്നൊക്കെ പറഞ്ഞത് അത് ഈ വായന നഷ്ടപ്പെട്ട് വായനക്കാരെ തിരസ്കരിച്ച എഴുത്തുകാരുടെ ഒരു വിലാപമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായന മരിച്ചിട്ടൊന്നുമില്ല. നല്ല എഴുത്തുകാർക്കും നല്ല കൃതികൾക്കും മലയാളത്തിൽ എന്നും വായനക്കാരുണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷെ എഴുത്ത് നല്ലതാവണം, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഈ ജാടയൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല, അതൊക്കെ കുറേ കാലം നിൽക്കുകയുള്ളൂ. അതൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാ ജാടകളുടെയും ഈ നിറമുള്ള തൂവലുകൾ കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ എഴുത്തിൻ്റെ ഒരു ആത്മ സ്വരൂപം മാത്രം ശേഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. പച്ച മനുഷ്യൻ്റെ ജീവിതം ഇപ്പം നമ്മൾ മാർക്കേഴ്സിനൊക്കെ വായിക്കുന്നത് എന്താ ജീവിതം തന്നെയാണ്. അത് വ്യക്തിയുടെ സമൂഹത്തിൻ്റെ കാലത്തിൻ്റെ ജീവിതമാണ് അവർ എഴുതിയത്. എഴുതിയ സങ്കേതങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാം, ശൈലിക്ക് വ്യത്യാസം ഉണ്ടാകും, പക്ഷേ മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ്റെ ജീവിതം എന്നുള്ള യാതനയെക്കുറിച്ചാണ് എഴുതുന്നത് എല്ലാവരും. അല്ലാത്തതൊന്നും നിലനിൽക്കുകയൊന്നുമില്ല. അല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ജീവിതത്തിൽ വീണ്ടും ഈ ഉള്ളിൽ നെരിപ്പോട് നീറിക്കൊണ്ടിരിക്കട്ടെ. അതിലൂടെ ശ്രീധരൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വസന്തം വിടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി, ഒരുപാട് നന്ദി.